അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവനും പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ സംഘത്തിലിരിക്കാത്തവനും ഭാഗ്യവാനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവര്, പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവര്, പരിഹാസകരുടെ സംഘത്തിലിരിക്കാത്തവര് ഭാഗ്യവാനാകുന്നു. അവന്റെ മനസ്സ് കർത്താവിന്റെ നിയമത്തിലാണ്. അവിടുത്തെ നിയമത്തെ പറ്റി അവൻ പകൽ ധ്യാനിക്കുന്നു. അവൻ ചെയ്യുന്നതെല്ലാം പൂർത്തിയാക്കും. അവൻ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയാണ്. അതിന്റെ ഇലകൾ കൊഴിയുന്നില്ല. യഥാകാലം അത് ഫലം തരുന്നു. ദുഷ്ടരോ എന്നാൽ അങ്ങനെയല്ല. കാറ്റിൽ പറക്കുന്ന പതിര് പോലെയാണവർ. ന്യായവിധിയിൽ ദുഷ്ടർ ഉറച്ചു നിൽക്കുകയില്ല. പാപികൾ നീതിനിഷ്ഠരുടെ സമൂഹത്തിലും. കർത്താവ് നീതിനിഷ്ഠരുടെ മാർഗമറിയുന്നു. ദുഷ്ടരുടെ വഴിയോ നാശമടയുന്നു. ജനതകൾ എന്തിനാണ് കലഹിച്ചത്? ജനങ്ങൾ എന്തിനാണ് വ്യർത്ഥകാര്യം വിചാരിച്ചത്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും അണിനിരന്ന് അവരൊന്നു ചേർന്ന് ആലോചിച്ചു. അവർ വെച്ച വിലങ്ങുകൾ നമുക്ക് തട്ടിത്തകർക്കാം. നുകങ്ങൾ നമ്മിൽ നിന്ന് നീക്കിക്കളയാം. അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. അവിടുന്ന് അവരെ പരിഹസിക്കുന്നു. കർത്താവ് അവരോട് കോപത്തോടെ അരുൾ ചെയ്യുന്നു. ക്രോധത്താൽ അവരെ ഭയപ്പെടുത്തുന്നു. എന്റെ ഉടമ്പടി പ്രഘോഷിക്കാൻ വിശുദ്ധമലയായ സിഹിയോനിൽ എന്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ എന്റെ പുത്രനാകുന്നു. ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിക്കുക, ജനതകളെ അവകാശമായും ഭൂമിയുടെ അതിരുകളെ കൈവശമായും നിനക്ക് നൽകാം. ഇരുമ്പുതണ്ടുകൊണ്ട് നീ അവരെ വേയ്ക്ക്. കുശവന്റെ പാത്രങ്ങൾ പോലെ നീ അവരെ തകർക്കും. രാജാക്കന്മാരെ ഇപ്പോൾ നിങ്ങൾ ഗ്രഹിക്കുവേ.
ഭൂമിയിലെ അധിപന്മാരെ മനസ്സിലാക്കുവേൻ. ഭക്തിയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവേൻ. ആദരപൂർവം അവിടുത്തെ ആശ്ലേഷിക്കുവേൻ. കർത്താവേ, എന്നെ ഞെരുക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു, എനിക്കെതിരായി നിൽക്കുന്നവരും അനേകരാണല്ലോ. നിന്റെ ദൈവത്തിൽ നിനക്ക് രക്ഷയില്ല എന്ന് എന്നോട് പറയുന്നവർ അനേകരാണ്. കർത്താവേ, അങ്ങാണ് എന്റെ തുണയും മഹത്വവും, എന്നെ ശിരസ്സുയർത്തുന്നവരും അങ്ങ് തന്നെ. ഉച്ചത്തെ ഞാൻ കർത്താവിനെ വിളിച്ചു, വിശുദ്ധഗിരിയിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ കിടന്നുറങ്ങുകയും ഉണരുകയും ചെയ്തു, കർത്താവ് എനിക്ക് തുണയായി നിന്നു. എനിക്കെതിരെ അണിനിരക്കുന്ന 10,000-ങ്ങളെ ഞാൻ തെല്ലും ഭയപ്പെടില്ല. എന്റെ ദൈവമായ കർത്താവേ, എഴുന്നേറ്റ് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ ശത്രുക്കളെ പ്രഹരിക്കുകയും ദുഷ്ടരെ തകർക്കുകയും ചെയ്തു. രക്ഷ കർത്താവിന്റേതാകുന്നു, അങ്ങയുടെ അനുഗ്രഹം എന്നേക്ക് അങ്ങയുടെ ജനത്തിനുള്ളതാണല്ലോ. ദൈവമേ, എന്റെ നീതിമാനായ രക്ഷക, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഞെരുക്കങ്ങളിൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു, എന്നോട് കരുണ തോന്നി എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. മനുഷ്യരെ, നിങ്ങൾ എന്റെ കീർത്തി എത്ര നാൾ മറച്ചുവെക്കും? എത്ര നാൾ മിഥ്യയെ സ്നേഹിക്കുകയും അസത്യം അന്വേഷിക്കുകയും ചെയ്യും? നിങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളുവേൻ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ കർത്താവ് തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് എന്നെ ശ്രവിക്കും. കോപിശാലൻ പാപം ചെയ്യരുതേ, ഹൃദയത്തിൽ സംസാരിക്കുവേൻ, കിടക്കയിൽ നിങ്ങൾ ധ്യാനിക്കുവേൻ. നീതിയുടെ ബലികൾ അർപ്പിക്കുവേൻ, കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുവേൻ. നല്ലവരെ കാണിച്ചു തരാനും അവിടുത്തെ മുഖകാന്തി ഞങ്ങളിൽ പ്രസരിപ്പിക്കാനും ആരുണ്ട് എന്ന് ചോദിക്കുന്നവർ ഏറെയാണല്ലോ. ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം ആനന്ദം കർത്താവേ അങ്ങ് എന്റെ ഹൃദയത്തിന് നൽകി. ഞാൻ ശാന്തമായി കിടന്നുറങ്ങ്, എന്നെ സമാധാനത്തിൽ വസിപ്പിക്കുന്നത് കർത്താവേ അങ്ങ് മാത്രമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിന്റെ ദാസർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹാവ തന്നുടെ വഞ്ചനയാൽ മലിനീകൃതമായി നരവംശം പാപച്ചേറ്റിൽ നിപതിച്ചു. പാവന കന്യാമാതാവേ, നിന്നിൽ മാനവവംശമിതാ ശുദ്ധീകൃതമായി ഞങ്ങളിതാ നിന്നിൽ ശരണം തേടുന്നു. നിന്നിൽ വിശുദ്ധി നിറച്ചവനാം നിൻ തിരുസുതനോടെന്നാളും പ്രാർത്ഥിക്കണമേ. സുതരെല്ലാം പരിചിൽ നിർമ്മലരായിടാൻ. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ദൈവസന്നിധിയിൽ ഉണർത്തിച്ചു. ധന്യേ താവക പ്രാർത്ഥന തൻ തണലിൽ നിതരാം ഞങ്ങളെയും അൻപോടിന്നും കാക്കണമേ. ജീവിതമാകും യാത്രയതിൽ എന്നും തുണയായി നിൽക്കണമേ. വീഴ്ചയിലറിവു നിറഞ്ഞിവരെ താങ്ങാൻ കരതാർ നീട്ടണമേ. ദുരിത ദിനങ്ങൾ അടുക്കുമ്പോൾ സുതനുടെ ദയതൻ പൊൻചിറകിൽ സുതരാമിവരെ ചേർത്തിടാൻ അമ്മേ നീ കനിവാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മൃതരാം ഞങ്ങൾക്കുയിരേകും കർത്താവീശോ മിശിഹാതൻ അമ്മേ കന്യേ ഭാഗ്യവതി. സൃഷ്ടാവാകും ദൈവത്തിൻ തിരുഹിതമെന്ന്
സാമ്പ്രതിയിൽ നിപതിക്കാതെ സുതരെല്ലാം നിർമ്മലരായി നിലനിന്നിടാൻ കോട്ടയും അഭയവുമാകണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാൽ നീ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ് തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ. എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം
സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ